കണ്ണൂരിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ദിവ്യശ്രീയെ ഭർത്താവ് രാജേഷ് കൊലപ്പെടുത്തിയത് വിവാഹമോചന കേസിന്റെ വൈരാഗ്യത്തിലെന്ന് മൊഴി. ദിവ്യശ്രീയിൽ നിന്ന് കൈപ്പറ്റിയ പണവും സ്വർണവും തിരിച്ചു ചോദിച്ചത് വൈരാഗ്യം വർദ്ധിപ്പിച്ചു. വീട്ടിലേക്ക് എത്തിയത് കൊലപാതകം ആസൂത്രണം ചെയ്തു തന്നെയെന്നും ഭർത്താവ് രാജേഷ് മൊഴി നൽകി. പ്രതി രാജേഷിനെ ബാറിൽ വെച്ച് പിടികൂടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കണ്ണൂരിൽ നിന്നും നിഖിലെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എന്തായാലും കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം തന്നെയെന്നാണ് ഈ ഒരു രാജേഷിന്റെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിദാരുണമായ സംഭവം തന്നെയാണ്. മൊഴിയിൽ നിന്നും കൂടുതൽ എന്തെല്ലാം വിശദാംശങ്ങളാണ് നൽകാനുള്ളത്? ഈ കേസ് അന്വേഷിക്കുന്ന പയ്യന്നൂർ പോലീസിലെ ഉദ്യോഗസ്ഥർ വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് നടത്തിയത്. ഈ ചോദ്യം ചെയ്യലിലാണ് പ്രതി എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നതും ഒപ്പം തന്നെ ഏത് നിലയ്ക്കാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്ന കാര്യവും പോലീസിനോട് വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നലെ വൈകിട്ട് 5:30 ദിവ്യശ്രീയുടെ കരിവെള്ളൂരിലെ വീട്ടിലേക്ക് രാജേഷ് എത്തുന്നത്. രാജേഷ് ഓട്ടോ ഡ്രൈവറാണ്. സ്വന്തം ഓട്ടോയിൽ തന്നെയാണ് രാജേഷ് അവിടേക്ക് എത്തുന്നതും. ഈ കരിവെള്ളൂരിലെ വീട്ടിലേക്ക് പോകുന്ന വഴി പയ്യന്നൂരിൽ വെച്ച് രാജേഷ് 2 കുപ്പി പെട്രോൾ വാങ്ങി ഓട്ടോറിക്ഷയിൽ കരുതുന്നു. ഒപ്പം തന്നെ 300 രൂപ കൊടുത്ത് ഒരു കത്തി കൂടി വാങ്ങി കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ ഈ അതായത് കത്തി കൊണ്ട് കുത്തിയോ അത് പരാജയപ്പെടുന്ന പക്ഷം തീ കൊളുത്തിയോ കൊലപ്പെടുത്തുക എന്നതായിരുന്നു രാജേഷിന്റെ ഉദ്ദേശം. അത്തരത്തിലുള്ള ഒരു പ്ലാനോട് കൂടിയായിരുന്നു രാജേഷ് ദിവ്യശ്രീയുടെ വീട്ടിലേക്ക് എത്തിയത്. പിന്നീട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിന് പുറത്തേക്ക് വിളിച്ചു വരുത്തുകയും ഗേറ്റിന് സമീപത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് വിവാഹമോചന ഹർജി നൽകിയതിലെ വൈരാഗ്യമാണ് എന്ന് കൂടി മൊഴി നൽകിയിട്ടുണ്ട്. 13 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ദിവ്യശ്രീയും രാജേഷും. പിന്നീട് പക്ഷേ രാജേഷിന്റെ സ്ഥിരമായ മദ്യപാനം ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഇവർ തമ്മിൽ അകന്ന് കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ദിവ്യശ്രീ വിവാഹമോചനത്തിനായി നിയമപരമായി നീങ്ങിയത്. ഇതിന്റെ അന്തിമഘട്ട നടപടികളിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. കോടതിയിൽ ആ നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഈ സമയത്താണ് ഈ നേരത്തെ ദിവ്യശ്രീയിൽ നിന്ന് രാജേഷ് കൈപ്പറ്റിയ 7 ലക്ഷത്തോളം രൂപയും ഒപ്പം സ്വർണ്ണാഭരണങ്ങളും തിരിച്ചു വേണം എന്നൊരാവശ്യം കോടതിയിൽ തന്നെ ദിവ്യശ്രീ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഈ വൈരാഗ്യം വർദ്ധിക്കുന്നതിന് കാരണമായി എന്നുകൂടി മൊഴി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് രാജേഷ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും രാജേഷുമായി ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്താനാണ് പയ്യന്നൂർ പോലീസ് ശ്രമിക്കുന്നത്. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെയും ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തി മറ്റ് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പൂർത്തിയായിട്ടുമുണ്ട്. അതിനിടെ ഇന്നലെ ദിവ്യശ്രീയെ രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ പരിക്കേറ്റ ദിവ്യശ്രീയുടെ പിതാവിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്ന ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അദ്ദേഹം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. അല്പസമയം മുൻപ് ദിവ്യശ്രീയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പരിയാരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. ശരി നിഖിൽ.